ആ മറുപടിയിൽ പോലീസ് തൃപ്തരാകും. ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഇപ്പോൾ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, ഇത് കുറെ നാളുകളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു വ്യവസായമാണ്. കാരണം ഇത് ഇറാനിലേക്ക് അവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും സിലോണ്, സിംഗപ്പൂര്, ഇവിടെയൊക്കെ പലരും ഈ ശസ്ത്രക്രിയക്ക് ഇങ്ങനെ ദാതാക്കളെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം പലരും ആന്ധ്ര അവിടുന്ന് ഇവിടുന്നൊക്കെ പണ്ടുപോലെ ഇങ്ങനെ അവരെ കൊണ്ടുപോയി അവരുടെ കൺസെന്റോട് കൂടി തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വ്യാപകമായി ഇത് നടക്കുന്ന ഒരു ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് എന്തായാലും പോലീസ് വരണം. കാരണം വിത്ത് കൺസെന്റോട് കൂടി തന്നെ ആണ് പലരും കൊടുക്കുന്നത്. വോളണ്ടറി ചെയ്യുകയാണ്, അതിനുള്ള ബെനിഫിറ്റും അവർ വാങ്ങുന്നു. പക്ഷേ ഇത് വിദേശത്തേക്ക് ആളുകളെ എത്തിച്ച അത്തരത്തിലുള്ള അവയവ കച്ചവടത്തെ പറ്റിയല്ല ഇപ്പോൾ തൃശ്ശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അവിടെ ആളുകളുടെ സാമ്പത്തികാവസ്ഥയെ വരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഇത്തരത്തിൽ മാഫിയ സമീപിക്കുകയും, അതായത് അത്തരത്തിലുള്ള ആളുകളെ തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ സാമ്പത്തികമായി അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ബന്ധപ്പെടുന്നു. അവരിലെ ഇത്തരത്തിൽ മുതലെടുപ്പിന്റെ ഒരു ശ്രമം അല്ലെങ്കിൽ ചൂഷണത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. സാർ, അത് ശരിയാ, അത് കറക്റ്റാണ്. അതിങ്ങനെ പാവങ്ങളെ പൈസ ഇങ്ങനെ ഈടാക്കുന്നുണ്ട്, അവർക്ക് ചൂഷണം ചെയ്യുന്നുണ്ട്. നിവൃത്തിയില്ലാതെ സാമ്പത്തികമായി കറങ്ങുന്ന അത് അങ്ങനെ ആൾക്കാരെ സമീപിച്ചിട്ട് തീർച്ചയായിട്ടും അവർ രോഗമുള്ളവരായിരിക്കാൻ നമുക്കൊന്നും പറയാനൊക്കില്ല. അവരൊക്കെ അതിൽ നിന്നാണ് പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വ്യാപകമായി കേരളത്തിൽ നടക്കുന്നതാണ്. ഇനിയെങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ ഈ റാക്കറ്റ് ബ്രേക്ക് ചെയ്യണം. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടി തന്നെ പോകുന്നവർ പോട്ടെ. അപ്പൊ അതുകൊണ്ട് കാരണം അവയവദാനം ഇപ്പൊ എന്തായാലും കോമൺ ആയി വന്നു കഴിഞ്ഞിരിക്കുന്നു, പട്ടതില്ല. പക്ഷേ നിയമവിരുദ്ധമായി അവയവം കൊടുത്ത് പണം സമ്പാദിച്ച് കമ്മീഷൻ അടിക്കുന്നത് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട്